ഇന്നത്തെ ടോപ്പിക് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് ആണ്. ഭരണഘടനയിലെ 51A വകുപ്പിലാണ് മൗലിക കർത്തവ്യങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. 1976 42-ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ എഴുതിച്ചേർക്കപ്പെട്ടത്. സോവിയറ്റ് റഷ്യയുടെ ഭരണഘടനയിൽ നിന്നുമാണ് ഈ ആശയം സ്വീകരിച്ചത്. സർദാർ സരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഭേദഗതി വരുത്തിയത്. ഇന്ദിരാഗാന്ധിയായിരുന്നു അക്കാലത്ത് പ്രധാനമന്ത്രി. മൗലിക കർത്തവ്യങ്ങളുടെ ലംഘനത്തെക്കുറിച്ചും അതിനുള്ള പരിഹാരത്തെക്കുറിച്ചും ഭരണഘടനയിൽ പരാമർശിക്കപ്പെടുന്നില്ല. ആകെ 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. അവ ഇനിപ്പറയുന്നവ ആണ്. 1. ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുകയും ചെയ്യുക. 2. ദേശീയ പ്രസ്ഥാനത്തിന് പ്രചോദനമേകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. 3. രാജ്യത്തിൻ്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുക. 4. രാജ്യത്തെ കാത്തുരക്ഷിക്കുകയും ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുക. 5. ജാതി, മതം, ഭാഷ, പ്രാദേശികത, വിഭാഗീയത എന്നിവയിൽ അധിഷ്ഠിതമായ വൈവിധ്യങ്ങൾക്കതീതമായി ജനങ്ങളിൽ സൗഹാർദ്ദവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുക. സ്ത്രീകളുടെ അന്തസ്സിനെ ബാധിക്കുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. 6. നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. 7. പരിസ്ഥിതി സംരക്ഷിക്കുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. 8. ശാസ്ത്രീയ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വളർത്തുക. 9. പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. 10. രാഷ്ട്രപുരോഗതിക്ക് ഉതകും വിധം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി യത്നിക്കുക. 11. 6 വയസ്സിനും 14 വയസ്സിനും മധ്യേയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കൾ വിദ്യാഭ്യാസം ലഭ്യമാക്കണം. തുടക്കത്തിൽ 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം മാതാപിതാക്കളുടെ കടമയാക്കിക്കൊണ്ടുള്ള 2002 86ാമത് ഭേദഗതി കൂടി ഉൾപ്പെടുത്തിയതോടെ ആണ് മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11 ആയി മാറിയത്.